ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ. പിന്നാലെ യുദ്ധഭീതി ഉയർന്നിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ ഊർജ നിലയങ്ങൾ ലക്ഷ്യമിട്ടാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഊർജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായാണ് ഈ കർശന നിലപാട്. തകർക്കപ്പെടുന്ന നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാന്റെ സൈനിക കമാൻഡർ വ്യക്തമാക്കി. 48 മണിക്കൂറിനകം കപ്പൽപാത തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ സംവിധാനങ്ങളെ തുടച്ചു നീക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് സംഘർഷം പുതിയ തലത്തിലെത്തിയത്. ഇസ്രായേലിന്റെ ഊർജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലെ പ്രധാന സംവിധാനങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികളും തങ്ങളുടെ ലക്ഷ്യപട്ടികയിലുണ്ടെന്ന് IRGC പ്രസ്താവനയിൽ പറഞ്ഞു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ആരംഭിച്ച യുദ്ധം പശ്ചിമേഷ്യയെ വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. നിലവിൽ ഇസ്രായേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. ലോകത്തിലെ ആകെ എണ്ണ LNG നീക്കത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം യുദ്ധം തുടങ്ങിയതോടെ കുത്തനെ ഇടിഞ്ഞു. കപ്പൽ ഗതാഗത ഡേറ്റ സ്ഥാപനമായ കെപ്ലറുടെ കണക്കനുസരിച്ച് സാധാരണ നിലയിലുള്ള ഗതാഗതത്തിന്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ ഈ പാതയിലൂടെ നടക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിലൊന്നായ ഇവിടെ ഉണ്ടാകുന്ന തടസ്സം ആഗോള സാമ്പത്തിക രംഗത്തെയും ഊർജ്ജ വിപണിയെയും വരും ദിവസങ്ങളിൽ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. തങ്ങളുടെ സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് കർശന വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് മേൽ പുതിയ രീതിയിലുള്ള ടോൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണ നടപടികളും ഇറാൻ പരിഗണിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ഈ പാത ഭാഗികമായി തടസ്സപ്പെടുത്തിയിരുന്നു. തകർക്കപ്പെട്ട ഞങ്ങളുടെ പവർ പ്ലാന്റുകൾ പുനർനിർമ്മിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടും. അത് തുറക്കില്ല എന്ന് റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ പാതയിലെ തടസ്സങ്ങൾ ഇതിനകം തന്നെ ആഗോള ഇന്ധനവില കുതിച്ചുയരാനും വിപണികൾ അസ്ഥിരമാകാനും കാരണമായിട്ടുണ്ട്. മേഖലയിലെ സാഹചര്യം ഇപ്പോഴും സ്ഫോടനാത്മകമായി തുടരുന്നു. മാർച്ചിൽ ഇറാനെ ലക്ഷ്യമിട്ടുള്ള US-ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായി. ടെഹ്റാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള തെക്കൻ ഇറാനിലുമാണ് പ്രധാനമായും ആക്രമണങ്ങൾ നടന്നത്. ഇതിന് മറുപടിയായി ഇസ്രായേലിനും ഗൾഫ് മേഖലയ്ക്കും നേരെ ഇറാൻ ആക്രമണം നടത്തി. യുദ്ധം തുടങ്ങിയത് മുതൽ ഏകദേശം 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. ഇതിൽ 92% പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞതായും അവർ അവകാശപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ടെൽ അവീവിന് നേരെ തുടർച്ചയായി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് മറുപടിയായി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധവും വ്യോമാക്രമണവും ശക്തമാക്കി. ഈ സൈനിക നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. എണ്ണവില വർഷങ്ങൾക്കിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $119 വരെ ഉയർന്ന ശേഷം നിലവിൽ $110 വ്യാപാരം നടക്കുന്നത്. ഇറാനിൽ 81,000-ലധികം കെട്ടിടങ്ങൾ തകർന്നതായും ഇസ്രായേലിൽ 2,700-ലധികം ആളുകൾക്ക് വീട് വിട്ടു പോകേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.